വയനാടിന് വേണ്ടി ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കൈവശം എത്ര തുകയുണ്ട് എന്ന് വ്യക്തമാക്കാത്തതിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കൃത്യമായ കണക്കില്ലാതെ കേന്ദ്രത്തോട് പണം ചോദിച്ചാൽ അവർ തരുമോ എന്നും കോടതി ചോദിക്കുന്നു. നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് എന്ന് ചോദിച്ച കോടതി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ശബ്ദം ഉയർത്തേണ്ടി വരുന്നത് എന്നും വ്യക്തമാക്കി. ദുരന്തത്തിന് ശേഷം 291 കോടി രൂപ സംസ്ഥാനത്തിന് നൽകിയെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, BJP സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദ്, വയനാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ സംഷാദ് മരക്കാർ എന്നിവരെയാണ് നമ്മൾ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നത്. ആദ്യം ശ്രീ റെജി ലൂക്കോസിലേക്കാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇന്ന് കോടതിയുടെ ഭാഗത്തുള്ള വിമർശനം, നിങ്ങൾ കൃത്യമായ കണക്ക് കൊടുക്കൂ എന്നിട്ടല്ലേ പണം ചോദിക്കേണ്ടത്, അല്ലാതെ എങ്ങനെ പണം കിട്ടുമെന്നാണ്. ഇത് നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ചകളിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെ എങ്കിലും അറിയാം. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ വാദങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക്, വയനാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് ആശ്രയമാകേണ്ട പണം അല്ലെങ്കിൽ സഹായങ്ങൾ എത്തുക എന്നത് മാത്രമാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. കോടതിക്ക് പോലും ഇങ്ങനെ ചോദിക്കേണ്ട വരുന്ന ഒരു സാഹചര്യം, വേണ്ട വിധത്തിൽ കണക്കുകൾ കോടതിയെങ്കിലും ബോധിപ്പിക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി? മറുപടി, മഴ പെയ്ത് മൂന്നാം നാൾ 994 കോടി രൂപ ഇന്നലെ തമിഴ്നാട് സർക്കാരിന്റെ അടിയന്തര സഹായമായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ഈ വയനാട് ദുരന്തം നടന്ന് കേവലം ദിവസങ്ങൾക്ക് ശേഷം നടന്ന ആന്ധ്ര തെലങ്കാന പ്രളയത്തിൽ 35 പേരാണ് മരിച്ചത്. കേന്ദ്ര കൃഷിമന്ത്രി അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്ത് 3446 കോടി രൂപ അടിയന്തര സഹായം നൽകി. അതുപോലെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾക്കും അവിടെ ദുരന്തമുണ്ടായ 24 മണിക്കൂറിനുള്ളിൽ കോടിക്കണക്കിന് രൂപ ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ എന്ത് കണക്കാണ് നൽകിയത്, എന്ത് കണക്ക് നൽകിയിട്ട് ഇത്ര പണം നൽകിയത്? അവർ ഒറ്റ മറുപടി പോരാ. ഇതിനകത്ത് കേരളത്തിനോട് കാണിക്കുന്ന കൊടും ക്രൂരതയ്ക്ക് ഉള്ള മറുപടി ബഹുമാനപ്പെട്ട കോടതിയുടെ കർശനമായിട്ടുള്ള നിലപാടുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് വളരെ നിർഭാഗ്യകരമായ ഒരു പരാമർശമായി. കാരണം SDRF ഫണ്ടിൽ നിന്നും എങ്ങനെയാണ് പണം ചെലവഴിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റുകളിലും കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെയും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് റിലീസിംഗിൽ കൃത്യമായ നോംസ് ഉണ്ട്. അതനുസരിച്ച് മാത്രമേ തമിഴ്നാടിന് കൊടുത്തിരിക്കുന്ന 944.80 കോടി അതും സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് കേരളത്തിന് 291 കോടി ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം 2 ഗഡുക്കളായി നൽകിയിരിക്കുന്നത്. ആകെ 600 കോടിയിലേറെ രൂപ കേരളത്തിന്റെ കണക്കിലുണ്ട് എന്നാണ് കേരളം പറയുന്നത്. പക്ഷേ ആ പണത്തിൽ നിന്ന് എങ്ങനെ ഇത് വയനാടിന് വേണ്ടി ഏത് രീതിയിൽ ആ പണം ചെലവഴിക്കാൻ കഴിയുമെന്ന് പോലും കേരളം വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. ഇതെല്ലാം ഈ SDRF ഫണ്ടുകൾ വഴിയാണല്ലോ പലതും. പിന്നെ എക്സ്ട്രാ നമ്മൾ പറയുന്നത് നമുക്കൊരു അധിക സഹായം അല്ലെങ്കിൽ അധിക പരിഗണന വേണമെന്നാണ്. അപ്പോൾ നിലവിൽ ഈ കിട്ടിയ പണത്തിന്റെ കണക്ക് ഒന്ന് കോടതിയെങ്കിലും കൃത്യമായി ബോധിപ്പിക്കണ്ടേ സർക്കാർ? അല്ല, അത് വളരെ സിമ്പിൾ അല്ലേ. കാരണം തമിഴ്നാടിന് കൊടുത്തിരിക്കുന്ന ഫണ്ട് എന്തിനാണെന്നറിയോ? ആ ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഉണ്ടായ മഴക്കെടുതിയിൽ കൂടി മാത്രം കൊടുത്ത ഫണ്ടാ. എന്നാൽ SDRFിന്റെ 271 കോടി രൂപ കേരളത്തിന് നൽകിയത് പിന്നെ ചൂരൽമല ദുരന്തത്തിന്റെ പേരിലല്ല. അത് പതിവായിട്ട് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്ന വിഹിതത്തിൽ നിന്നുള്ളതാണ്. അപ്പോഴെങ്ങനെയാണ് ഈ പറഞ്ഞ തമിഴ്നാട്ടിന് കൊടുത്തത്, അടിയന്തര സഹായം കൊടുത്തത്, കേരളത്തിന് നൽകിയ ഫണ്ടുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? രണ്ട് രീതിയിൽ കൊടുത്ത ഫണ്ടാണ്. വളരെ വ്യക്തമല്ലേ? ഇന്നലത്തെ ആ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ടുണ്ട്. അടിയന്തര പിന്നെ തമിഴ്നാട്ടിലെ കെടുതിക്കുന്നുള്ള സ്പെസിഫൈ ചെയ്തുകൊണ്ട് അടിയന്തരമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത ഫണ്ടാണ് 994 രൂപ. കേരളത്തിൽ എത്ര രൂപ നൽകി? ഇന്ന് 128 ദിവസമാണ് കേരളം പ്രളയത്തിൽ ഈ കൊടും ദുരന്തം ഉണ്ടായിട്ട് 600ഓളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. 2 വലിയ ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. ആയിരക്കണക്കിന് ആളുകൾ ദുരന്തത്തിൽ അനുഭവിച്ചിട്ട് ഈ കേന്ദ്ര സർക്കാർ എന്ത് നൽകിയത്? എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങള്, കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട മാധ്യമങ്ങൾ, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിനെതിരെ ഈ പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നത്? നമ്മൾ കേരളത്തിന് അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായത് കിട്ടണമെന്ന് തന്നെയാണല്ലോ വാദിക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ ചോദിക്കുകയാണ്, നിങ്ങൾ കൃത്യമായ കണക്ക് കൊടുക്കാതെ എങ്ങനെ തരും? പിന്നെ കോടതി പറയുന്നുണ്ട്, രണ്ടുപേരും ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ കാണിച്ച് ആരെയാണ് പറ്റിക്കുന്നത്, ജനങ്ങളെയാണോ പറ്റിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് രണ്ട് ഭാഗത്തേക്കും വിമർശനമുണ്ട്. പക്ഷേ കേരളം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ, കൃത്യമായ കണക്ക് ബോധിപ്പിക്കുക. ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന നഷ്ടം, അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പണം അനുവദിക്കുന്നു പറഞ്ഞാൽ ആ ഒരു കണക്ക് കൃത്യമായിട്ടൊന്ന് ബോധിപ്പിച്ചിട്ട് നമ്മൾ കുറ്റം പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ന്യായീകരണം വരില്ലേ? അല്ല നിമിഷം, ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം. ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ട് മെമ്മോറാണ്ടം കൊടുക്കാൻ പറഞ്ഞു. ഓഗസ്റ്റ് 16-ാം തീയതി ഈ ദുരന്തം ഉണ്ടായ ദിവസങ്ങളിൽ ഓഗസ്റ്റ് 16-ാം തീയതി ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാർ കൊടുത്തു. വളരെ അധിക പണം ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഈ ദുരന്തത്തിന് കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന മാധ്യമങ്ങളല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ അവസാനം ജനങ്ങൾ മാപ്പ് പറയേണ്ട വന്നു. അപ്പൊ കേന്ദ്ര സർക്കാർ അറിയാം
ഏത് രീതിയിലുള്ള വിവേചനം നൽകിയാലും കേരളത്തിലെ മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിനോടൊപ്പം കേരള വിരോധികളായിട്ടാണ് മുഖചിത്രത്തിനോടുകൂടി അവർ പ്രതിഫലിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായതുകൊണ്ടല്ലേ ഇത്രയ്ക്കും വലിയ കൊടും ക്രൂരത ചെയ്യുന്നത്. ഇനി കേരള സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഉത്തരവിനെ ഞാൻ വിമർശിക്കാനാണല്ലോ, പക്ഷെ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരാമർശിക്കാൻ കാരണം എന്തുകൊണ്ടാ? അമിത്ഷായെ കെ രാധാകൃഷ്ണൻ എംപിയുടെ നേതൃത്വത്തിലുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ എംപിമാർ പോയി നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഉടനെ തന്നെ പുറത്തിറക്കുമെന്ന് പറഞ്ഞു. ആ പ്രസ്താവനയിൽ അദ്ദേഹം 126-ാമത്തെ ദിവസമാണ് പറയുന്നത് കണക്ക് കൊടുത്തിട്ടുള്ളത്. എന്ത് കണക്കിന്റെ പേരിലാണ് ഈ അടിയന്തര സഹായങ്ങൾ നൽകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേ മെമ്മോറാണ്ടം അല്ലേ കേന്ദ്ര സർക്കാർ ആഗസ്റ്റ് 16 സമർപ്പിച്ചത്? അപ്പോൾ അല്ല, കേന്ദ്ര സർക്കാർ പറയുന്ന ഈ 291 കോടി രൂപ 2 ഘട്ടമായി നൽകിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പണമാണ്. ബാക്കി തുക നിലവിൽ 600 കോടിയിലേറെ രൂപ സംസ്ഥാനത്തിന്റെ കൈവശമുണ്ട്. ആ പണവും ഇതിന് ഉപയോഗിക്കാമെന്നാണല്ലോ കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് ഉപയോഗിച്ച് എന്തൊക്കെയാണ് നമുക്ക് സാധ്യമായ കാര്യം? പിന്നെ അതിലേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണം എത്രയാണ് നമുക്ക് വേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയാൽ നമുക്ക് ആ രീതിയിൽ പണം അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിഗണന നേടിയെടുക്കാൻ കഴിയില്ലേ? അല്ല നികേഷ്, അതെന്ത് ന്യായമാ? അടിയന്തര സഹായമായിട്ട് കോടാനുകോടികൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോൾ ഇത്ര ഒരു അടിയന്തര സഹായത്തിന് ഒരു ഇന്ത്യൻ മണി പോലും ട്രാൻസ്ഫർ ചെയ്യാത്ത ഒരു കേന്ദ്ര സർക്കാരിന് എങ്ങനെ ഇതിനകത്ത് ന്യായീകരിക്കും? സിമ്പിൾ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ എന്നൊരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. അതായത് എന്താ പറഞ്ഞത്? ഇതിൽ രാഷ്ട്രീയം കാണരുത്, കേന്ദ്ര സർക്കാരിന്റെയും അമിത്ഷായുടെയും വിശദീകരണം തൃപ്തികരമല്ല, മോശമാണെന്ന് പറയാനുള്ള തന്റെ അദ്ദേഹം കാണിച്ചു. അതല്ലേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിനൊപ്പമല്ലേ നമ്മളെല്ലാം നിൽക്കേണ്ടത്? കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ദുരിതം വന്നാലും. ഇനി വേറെ കാര്യം പറയാം, 183 കോടി രൂപ ഹെലികോപ്റ്റർ സർവീസ് നടത്തുന്നതിന്റെ പേരിൽ കേന്ദ്രം ഫണ്ടിൽ നിന്നും തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇനി വസ്ത്രത്തിന്റെ ഭക്ഷണത്തിന്റെ മറ്റു കാര്യങ്ങൾക്കുള്ള എസ്റ്റിമേറ്റ് ഒരാഴ്ചക്കൂടി നൽകുന്ന പറയുന്നത്. ഇത്രയ്ക്ക് കൊടും വിവേചനം നടത്തിയിട്ട് എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ നമ്മുടെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് അത് കേന്ദ്ര സർക്കാർ നൽകിയ കണക്കുകൾ എവിടെ? അതിന്റെ കണക്ക് എന്താണെന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി K രാജൻ എന്നാണ് പറഞ്ഞു കഴിഞ്ഞു. ഒരൊറ്റ ആഴ്ചക്കുള്ളിൽ തന്നെ കണക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. തന്നെയുമല്ല, CMDRFന്റെ ഫണ്ട് ആ ഫണ്ട് ചൂരൽമലയിലേക്ക് വിനിയോഗിക്കുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ്. ചൂരൽമലയ്ക്ക് വേണ്ടി കിട്ടിയിരിക്കുന്ന പണം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ് 77 കോടി രൂപ അത് മറ്റു സംസ്ഥാനങ്ങൾ കൊടുത്തതിന്റെ ഒരു വിഹിതം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഈ 271 കോടി എന്ന് പറയുന്നത് ഇവിടെ ചെലവഴിക്കാനുള്ളതല്ല. അവിടെയാണ് കേരളം പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൈയഴിച്ചു കൊടുക്കുന്ന സഹായത്തിന്റെ ഒരു ഇന്ത്യൻ മണി പോലെ ഈ സംസ്ഥാനത്തിന് 128 ദിവസമായിട്ട് നൽകാത്തൊരു കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്ന ക്രൂരതയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ പറ്റും? എങ്ങനെ BJPക്ക് ന്യായീകരിക്കാൻ പറ്റും? എങ്ങനെ കേന്ദ്ര സർക്കാരിന് ന്യായീകരിക്കാൻ പറ്റും? ഇതാണ് കേരള സർക്കാർ പറയുന്നത്. ആദ്യം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് എതിരായിട്ടുണ്ട് വാർത്തകൾ ചർച്ച മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ പോലും ഒറ്റക്കെട്ടായിട്ട് കേരളത്തിന് അനുകൂലമായിട്ട് അങ്ങേക്കും അറിയാവുന്നതാണ് ഈ ദുരന്തം മുതൽ എങ്ങനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ആ ദുരന്ത ബാധിതർക്കൊപ്പം നിന്നിട്ടുള്ളത്, അവർക്ക് സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത്. ഇപ്പോഴും അർഹമായ പാക്കേജ് ഏതെങ്കിലും രീതിയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ളത് കിട്ടണമെന്ന നിലപാടിൽ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും നിൽക്കുന്നത്. അവിടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നു, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അതിനിടയിൽ നിങ്ങൾ കൃത്യമായി കണക്ക് കാണിക്കാത്ത എന്തുകൊണ്ട് എന്ന് കോടതി ചോദിച്ചതാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അല്ലാതെ നമ്മുടെ വിമർശനമല്ലോ. അങ്ങൊന്ന് തുടരുക. ഞാൻ ശ്രീ സംഷാദ് മരക്കാർ, അദ്ദേഹം വയനാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനാണ്. ശ്രീ മരക്കാർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്ക് കൊടുക്കാതെ എങ്ങനെ പണം തരുമെന്നാണ്. ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത് കേരളത്തിന് മറ്റു പല സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നു, കേരളത്തിന് ആ ഒരു പ്രത്യേക പരിഗണനയോടെ ഇതുവരെ ഒരു പണവും നൽകിയിട്ടില്ല എന്നാണ് ശ്രീ റെജി ലൂക്കോസ് പറയുന്നത്. കോടതിയുടെ വിമർശനത്തെ അങ്ങ് എന്ത് കാണുന്നു? അതിൽ സംസ്ഥാന സർക്കാരിന് പിഴവുണ്ടായിട്ടുണ്ടോ? രണ്ട് കാര്യമാണ്. ഒന്ന്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പാക്കേജ് വയനാട്ടിന് മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് വേണമെന്നുള്ളതിൽ കേന്ദ്രത്തിന്റെ പരിഗണന ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല, രാഷ്ട്രീയ വ്യത്യാസവും ഇല്ല. കാരണം കൃത്യമായി നമ്മൾ ആ നിലപാട് പറഞ്ഞതാണ്, കേന്ദ്രം നമുക്ക് ആ പണം തരണം, എന്നാലേ പുനരധിവാസം പൂർത്തിയാകുള്ളൂ എന്നുള്ളത്. അതിൽ അമിത്ഷാ ലോക്സഭയിൽ നൽകിയ മറുപടിയിലും ഈ ഡേറ്റും ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത് സർക്കാരാണ് വിശദീകരിക്കുന്നത് കൃത്യമായി. അതിനോടൊപ്പമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അത് SDRF ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. SDRF ഫണ്ടിൽ നമുക്ക് കുറച്ച് തുക ബാലൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ വർഷം ചെലവഴിക്കേണ്ട തുക കേന്ദ്രം നമുക്ക് അനുവദിക്കും. അത് SDRFന് വേണ്ടിയിട്ടാണ്. പക്ഷെ സർക്കാർ വ്യക്തമാക്കേണ്ടത് SDRFിലേക്ക് വരുന്ന തുക എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ബാധിക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്താനുള്ള തുകയാണ്. അത് പൂർണ്ണമായും വയനാടിലെ ദുരന്ത മേഖലയിലേക്ക് വിനിയോഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് വ്യക്തമാക്കേണ്ട സർക്കാരാണ്. അത് കോടതിയോട് തന്നെ ബോധിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാൽ എടുത്ത് ഉപയോഗിക്കേണ്ട തുകയാണ് SDRFിലുള്ളത്.
അത് മുഴുവൻ നമ്മളൊരു ദുരന്ത മേഖലയിലേക്ക് ഉപയോഗിച്ചാൽ മറ്റൊരു ആവശ്യം വന്നാൽ നമ്മുടെ കയ്യിൽ തുകയില്ലാത്തൊരു സാഹചര്യം വരും. അത് കോടതിയെ സർക്കാർ ബോധ്യപ്പെടുത്തണം. അത് സർക്കാർ ബോധ്യപ്പെടുത്തിയില്ല. അതിനോടൊപ്പം തന്നെ CMDRFിലേക്കുള്ള തുക, CMDRFിൽ ഇപ്പോൾ നിലവിലുള്ള തുക, ആ തുക ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതാണ്. CMDRFിലുള്ള തുകയിൽ നിന്നും നമ്മൾ കാര്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിന് നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. കേന്ദ്രം പണം തന്നില്ല എന്നുള്ളതും തരണം എന്നുള്ളതും അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും അവിടെ നിൽക്കുമ്പോൾ തന്നെ CMDRFിലുള്ള തുക കൊണ്ട് നമ്മൾ എന്താണ് ചെയ്തത്, ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ നിലവിലുള്ള പണം നമുക്ക് അതിൽ എത്ര രൂപ ഇതിൽ കൃത്യമായി ചെലവഴിക്കാൻ പറ്റും, അതിന്റെ ഒരു കണക്ക് സംസ്ഥാന സർക്കാർ കൃത്യമായി പറയുന്നുണ്ടോ? ഇപ്പൊ 600 കോടിയിലേറെ രൂപ നമ്മുടെ കയ്യിലുണ്ട്, അതിൽ ഇത്ര രൂപയെങ്കിലും നമുക്ക് വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കാൻ കഴിയും എന്ന് അതിലൊരു വ്യക്തത വരുത്തിയാൽ ഈ കുറെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. അത് വ്യക്തത സർക്കാർ കൃത്യമായി വരുത്തണം. കാരണം ഇപ്പൊ 300 രൂപ വീതം ഒരു കുടുംബത്തിലെ 2 പേർക്ക് കൊടുക്കുകയും ഒരാൾക്ക് ഭിന്നശേഷിക്കാരോ അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ പ്ലസ് 300 വെച്ച് കൊടുക്കുന്ന ആദ്യത്തെ ഒരു മാസത്തെ തുക എന്ന് പറയുന്നത് STRF നോംസ് പ്രകാരം കൊടുക്കുന്നതാണ്. പക്ഷെ പിന്നീട് കൊടുക്കുന്നത് STRF നോംസ് പ്രകാരമല്ല. ഇനി അത് സർക്കാരിന്റെയാണ്. അതിൽ ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്നവർക്ക് കൊടുക്കുന്ന തുക CMDRFിൽ നിന്നാണ്. ഇത് ക്ലാരിറ്റിയോട് കൂടി കോടതിയെ പോലും ബോധിപ്പിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. പണം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കിട്ടണം, അതിൽ തർക്കമില്ല. അത് രാഷ്ട്രീയമായി കാണരുത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. രാഷ്ട്രീയം കാണിക്കരുത്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള തുകയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്ലാൻ എന്താണ് എന്നുള്ളത് കൃത്യമായി പറയണ്ടേ? ആ പ്ലാനിൽ നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ടല്ലോ, വീടുകൾ പൂർത്തിയാക്കുന്നവരെ 300 രൂപ വെച്ച് ഇവർക്ക് കൃത്യമായി കൊടുക്കണം. ഇവരുടെ തുടർ ചികിത്സയുടെ കാര്യത്തിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഇവരുടെ ഉപജീവന മാർഗം ഇവർക്ക് തിരിച്ചു കൊടുക്കണം. ഭവനം നിർമ്മിക്കുന്നതിന് സ്ഥലം കണ്ടെത്തണം. ആ സ്ഥലം ഇപ്പോൾ ഏറ്റെടുത്തത് ഏറ്റവും കുഴപ്പം പിടിച്ച സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ കേസ് പൂർത്തിയായി വരുന്നത് വരെ സ്ഥലത്ത് പുനരധിവാസം നടക്കില്ല. അപ്പൊ അത് വീണ്ടും വൈകും. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി ബോധിപ്പിക്കാൻ STRFിൽ നിന്ന് നമുക്കൊരു വീട് നിന്ന് അനുവദിക്കാൻ കഴിയുന്ന തുക 1,50,000 രൂപയാണ്. അപ്പൊ താങ്കൾക്കും അറിയാം, 1,50,000 രൂപയ്ക്ക് നമുക്കൊരു വീട് പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പൊ STRFിൽ നിന്ന് 1,50,000 എടുത്താൽ ബാക്കി തുകയ്ക്ക് കേന്ദ്ര സർക്കാർ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള വാദമല്ലേ കേരളം കോടതി പറയേണ്ടത്? അതല്ലേ നമ്മൾ നേടിയെടുക്കേണ്ടത്? ഒരുമിച്ച് നിന്നിട്ട് ആ കണക്ക് കൃത്യമായി പറയണ്ടേ? 1023 വീട് നിർമ്മിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഇപ്പൊ അത് 551 അപ്പൊ എത്ര വീടുകൾ, അതിൽ STRFിന്റെ തുക ഇത്ര, ബാക്കി തുകയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു. 2, ഇവരുടെ തുടർ ചികിത്സ, ഗുരുതരമായി പരിക്ക് പറ്റിയവരാണ്, വലിയ തുക വരുന്നുണ്ട്. അത് നമുക്ക് കിട്ടണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പിന്തുണ കിട്ടിയേ പറ്റുള്ളൂ. അത് നമുക്ക് ചെയ്യണം. ഉപജീവന മാർഗം നമുക്ക് കേന്ദ്രം ഇത്ര വേണം, കേരളം ഇത്ര വേണം, ഒരു ധാരണയില്ലാതെ കോടതിക്കകത്താണ് നമ്മൾ നിന്നത്. അതുകൊണ്ടാണ് കോടതിയും പറയുന്നത്, നിങ്ങൾ ഇത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇങ്ങനെ പരസ്പര പ്രത്യാരോപണങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിക്കരുത് എന്നാണ്. സംശാദ് ഒന്ന് തുടരുക. ഞാൻ ശ്രീ ഷാബു പ്രസാദിലേക്ക് കൂടി പോകാം. ശ്രീ ഷാബു പ്രസാദ് എന്ന് വളരെ വിമർശനാത്മകമായ രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിനെതിരായ നിലപാട് വരുന്നു. പക്ഷേ ശ്രീ റെജി ലൂക്കോസ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ വലിയ തോതിൽ പണം നൽകി, നമ്മൾ അടിയന്തര റിപ്പോർട്ട് നൽകിയിരുന്നു ആദ്യം, അതിന് പോലും അത് പരിഗണിച്ചുകൊണ്ടുപോലും ഒരു ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായി ഒരു ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഈ നിലവിലുള്ള നമ്മുടെ കയ്യിലുള്ള 600 കോടിയിലേറെ രൂപ അതങ്ങനെ വയനാട്ടിലേക്ക് മാത്രമായി ചെലവഴിക്കാൻ കഴിയുന്നതല്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെയും അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിമർശനം. ഇത് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അമിത്ഷാ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് എഴുതി കൊടുത്ത മറുപടിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ നവംബറിലാണ് ഇവർ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുക്കുന്നത്, അസസ്മെന്റ് റിപ്പോർട്ടിനും ഡീറ്റെയിൽഡ് റിപ്പോർട്ടും കൊടുക്കുന്നത്. ഇവർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദനം എഴുതി ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമല്ലല്ലോ. അവിടെ നിന്നുള്ള ഫണ്ട് പബ്ലിക് മണിയാണ്. അത് ഈ ഒരു സംസ്ഥാനത്തെ ഒരു ട്രഷറിയിലേക്ക് ഉപയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഓഡിറ്റ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാവണ്ടേ? അത് അടിയന്തരമായിട്ട് ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അല്ലാതെ ഞങ്ങൾക്കത് ഇത്ര രൂപ വേണം, അതിങ്ങോട്ട് താ എന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരു കടലാസിൽ എഴുതി കൊടുക്കുന്നതല്ല അതിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് കൃത്യമായ രീതിയിൽ ചെയ്യണം. ആ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇത് വൈകിയത്. അങ്ങനെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഉള്ളപ്പോൾ ആ സർക്കാർ ചെയ്യേണ്ട ഒരു ദുരന്തത്തിന് പിന്നാലെ ആ സർക്കാർ ചെയ്യേണ്ട മിനിമം ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവർ 3 മാസത്തിലധികം വൈകിച്ചത്. എന്തുകൊണ്ട് വൈകി? അപ്പം ആ വൈകിയതിന് കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യം വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ധനസഹായം വൈകും, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടേണ്ടത് വൈകും. ആ കിട്ടേണ്ടത് വൈകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം.
കേന്ദ്രം ഞങ്ങൾക്ക് കാശ് തന്നില്ല, കേന്ദ്രം ഞങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു എന്ന് പറയാം. അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ അക്കാര്യത്തിൽ കേന്ദ്രം സഹായമാണ്. അതിന് ഈ മുതലെടുപ്പിന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള പ്രസാദ് ഇപ്പോ പറയുന്നൊരു വിമർശനം, ഇപ്പോ ഫെഞ്ചാൽ ചുഴലിക്കാറ്റ് അടിച്ചുപോയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളത് 1.5 കോടിയിലേറെ ആളുകളെ ബാധിച്ച വിഷയമാണ്. മരണസംഖ്യ ഇപ്പോൾ വയനാട്ടിലെ അത്രയും ഇല്ലെങ്കിലും വലിയ തോതിൽ 10-14 ജില്ലകളെ ബാധിച്ച വിഷയമാണ്. അതിലിപ്പോൾ ഈ 944 കോടി വേഗത്തിൽ തന്നെ സ്റ്റേറ്റ് SDRFന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രത്യേകം ഈ ഫെഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചു, കേന്ദ്രം അനുവദിച്ചു. പക്ഷേ ആ ഒരു സമീപനം വയനാടിന്റെ ഭാഗത്തുണ്ടായില്ല, വയനാടിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ്. ഇവിടെ 214 കോടി അനുവദിച്ചല്ലോ. 214 കോടി അടിയന്തര സഹായമായിട്ട് അനുവദിച്ചു. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായ രീതിയിൽ, അത് ഈ ഫെഞ്ചാൽ ചുഴലിക്കാറ്റ് അടിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? ഈ CPM-നേക്കാളിലും കോൺഗ്രസിനേക്കാളിലും വേറെ ശക്തമായിട്ട് BJP-യെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്ന DMK ഭരിക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്. കേരളത്തിനോട് ഇല്ലാത്തൊരു താല്പര്യം പ്രത്യേകമായിട്ട് തമിഴ്നാട്ടിനോട് തോന്നുമോ? കൃത്യമായി അവിടെയുള്ള സർക്കാർ സംവിധാനം കൃത്യമായി അതിന്റെ അകത്ത് പ്രവർത്തിച്ചു. ആ പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഇവിടെ ഉണ്ടാകും. വളരെ സ്വാഭാവികമായ കാര്യമാണിത്. ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾക്ക് കാശ് താ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വെള്ളക്കടലാസിൽ എഴുതി ഒരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ അത് മതിയാവില്ല സാർ. അതല്ല അതിന്റെ രീതി എന്ന് പറയുന്നത്. ഇവിടെ എത്ര പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ ഓഖി വന്നു, പ്രളയം വന്നു, ഇതെല്ലാം കണ്ടു. ഇവർക്ക് ഇത്രയും കാലമായിട്ടും ഒരു പ്രകൃതി ദുരന്തത്തിന് പിന്നാലെ അതിന് ശേഷം വേണ്ട പുനരധിവാസം, അതിന്റെ ധനസഹായം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഇവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ പണിക്ക് കൊള്ളില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇവർ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മനഃപൂർവ്വം ഇത് വൈകിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി മാത്രം. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ രണ്ടുപേരുടെയും വാദത്തിന് അങ്ങ് മറുപടി പറയണം. സംഷാദ് ഉന്നയിച്ച പ്രധാന വിഷയം ഇപ്പോൾ വീട് നിർമ്മാണത്തിനടക്കം 1.5 ലക്ഷം രൂപയാണ് SDRF ഫണ്ടിൽ നിന്ന് കൈമാറാൻ കഴിയുക. അതിലുപരിയായിട്ട് എത്ര രൂപ നമുക്ക് കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാൻ കഴിയും? ഒപ്പം തന്നെ ഭിന്നശേഷിയിൽപ്പെട്ടവർക്ക്, അങ്ങനെ വിവിധ വിഭാഗത്തിലുള്ളവർക്ക് അവർക്ക് കിട്ടുന്ന തുകയുടെ കാര്യത്തിലുള്ള ഒരു കൃത്യത. അപ്പോൾ കേരളം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കേരളത്തിന്റെ കയ്യിലുള്ള പണം കൊണ്ട് ചെയ്യാമെന്ന കൃത്യമായ ഒരു കണക്ക് ബോധിപ്പിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് വരുന്ന വിമർശനം. അതില്ലാത്തത് കൊണ്ടാണ് കേന്ദ്രം അവഗണിക്കുന്നു എന്ന ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ കേരള സർക്കാർ വേണ്ട രീതിയിലുള്ള നടപടികൾ എടുത്തില്ല എന്നാണ് സംഷാദ് പറയുന്നത്. ഇപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ DMK സ്റ്റാലിൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മോദിക്കെതിരെ നിലപാടെടുക്കുന്നയാളാണ്. അവിടെ ഇത്ര വേഗത്തിൽ ഈ 944 കോടി അനുവദിച്ചെങ്കിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ മികവാണ് എന്നുകൂടിയാണ് വിമർശനം. പറയൂ, രണ്ടുപേർക്കുമുള്ള ഉത്തരം. അല്ല, അതെനിക്ക് മനസ്സിലാകത്തില്ല അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ മികവാണെന്നുള്ളത്. തമിഴ്നാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ജനങ്ങൾ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ 2 സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഒരേ വികാരമല്ലേ? ഇന്ത്യയിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ, അവന്റെ സ്വത്തിന് ജീവന സംരക്ഷണം നൽകും എന്ന സത്യപ്രതിജ്ഞ ചെയ്ത ഒരു കേന്ദ്ര സർക്കാർ ഇന്ത്യ ഭരിക്കുന്നത്. തമിഴ്നാട്ടിൽ 3 പേരെ മരിച്ചിട്ടുണ്ട്. നമ്മുടെ കണക്ക് പറയാം. 3 പേര്, ആ 3 ജീവനും വില തന്നെ 3 പേരെ മരിച്ചിട്ടുള്ള അവിടെ 3ാമത്തെ ദിവസമാണ് കൊടുത്തിരിക്കുന്നത് 944 കോടി രൂപ. അവർക്ക് കൂടി എന്ത് കണക്കിന്റെ പേരിലാണ് കൊടുത്തത്? അവിടെ കൊടുക്കാനുള്ള കാരണം അറിയോ? അവിടെ കൊടുത്തില്ല എങ്കിൽ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളും മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടും. അവർക്ക് ഐക്യമുണ്ട്. കേരളത്തിൽ എന്താ നടക്കുന്നത്? കേരളത്തിലെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷം CPM ശത്രുത പേര് കേരളത്തിലെ ദ്രോഹിക്കുന്ന നിലപാടല്ല എടുത്തോണ്ടിരിക്കുന്നത്. അത് അവർക്കും അറിയാം. മലയാളിക്ക് ഒന്നും കൊടുത്തില്ലല്ലോ. അവിടുത്തെ ഞങ്ങളെ പിന്തുണയ്ക്കാൻ കുറെ മാധ്യമങ്ങളുണ്ടെന്ന് പറയാം. ഇവിടെ ഷംസാദ് മരക്കാർ പറഞ്ഞ ഭാഗ്യമായിട്ട് ഞാനും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം പറയാം. അദ്ദേഹത്തിന് മുന്നണിയിലെ ഏറ്റവും സമന്വിതനായ കേന്ദ്ര നേതാക്കളിൽ ഒരാളെ KC വേണുഗോപാലിന്റെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയം കാണരുത്, കേന്ദ്ര സർക്കാർ ചെയ്തത് തെറ്റാണ്. അമിത്ഷായുടെ പ്രസ്താവന വളരെ മോശമായ പ്രസ്താവനയാണെന്ന് പറഞ്ഞതിന് അപ്പുറം ഒരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. എവിടെയും എന്തെങ്കിലും കുറ്റം കണ്ടെത്തുക, എന്ത് കണക്ക് കൊടുക്കണമെന്നായി പറയുന്നത്? അടിയന്തര സഹായം 3ാം ദിവസം കൊടുത്ത മറ്റു സംസ്ഥാനങ്ങൾ കൊടുത്ത പോലെ ഈ കേരളത്തിൽ ഇപ്പൊ 126 ദിവസമായിട്ടും ആദ്യത്തെ 4-5 ദിവസങ്ങളിൽ 9ാമത്തെ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 1.5 മണിക്കൂർ എക്സസ് എടുത്തുകൊണ്ട് അവിടെ മുഴുവൻ ദുരന്തബാധിത മേഖല മുഴുവൻ അദ്ദേഹം കണ്ടു. കൊച്ചുകുട്ടികളെ കയ്യിലെടുത്തു. ഈ രാജ്യം കേരളത്തിനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? നേരത്തെ ഇവിടെ വളരെ മോശമായ രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ പുച്ഛിച്ചുകൊണ്ട് ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് BJP സുഹൃത്ത് ഇവിടെ പറഞ്ഞേ കേട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓഖിയുടെ കാലത്തും പ്രളയകാലത്തും ഈ കേന്ദ്ര സർക്കാർ ചെയ്ത നിലപാടെന്താ? ശത്രു രാജ്യത്തിനോട് പോലും ചെയ്യാത്ത നിലപാടല്ലേ ഇവിടെ ചെയ്തത്? കേരളത്തിലെ അരിക്കുള്ള പൈസ തിരിച്ചു വാങ്ങിച്ചു, ഹെലികോപ്റ്റർ വന്നതിന്റെ പൈസ തിരിച്ചു വാങ്ങിച്ചു, വിദേശത്തു നിന്നുള്ള സഹായഹസ്തങ്ങൾ മുഴുവൻ വേണ്ടെന്ന് പറഞ്ഞു. 2016 ഇവര് വന്നതിന് ശേഷമാണ് നരസിംഹറാവു കോൺഗ്രസ് സർക്കാരിന്റെ വിദേശ സഹായം വേണ്ട എന്നുള്ളത് തിരുത്തി അവര് മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഗുജറാത്തിലേക്ക് ഫണ്ട് കൊണ്ടുവന്നു. കേരളത്തിന് പാടില്ല. ഇതുപോലെ ശത്രുത കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ഭൂമിയിൽ എവിടെയുണ്ടോ? കേരളത്തിലെ BJP ഘടകം കേരളത്തിനോട് മാപ്പ് പറയണം.
തമിഴ്നാട് അങ്ങനെയല്ല. തമിഴ്നാട്ടിലെ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും അറിയാം, തമിഴ്നാട്ടിൽ സഹായം ചെയ്തില്ലെങ്കിൽ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും ആ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കും, ദുരിതബാധിതർക്കൊപ്പം നിൽക്കും. അതുകൊണ്ടാണ് പ്രതികരിച്ചത്. പണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ വന്നപ്പോൾ മദ്രാസ് ചെന്നൈ സിറ്റിയിലെ കേരളത്തിലെ മാധ്യമങ്ങൾ കേന്ദ്രം കൃത്യമായി അവഗണന തുടരുന്നു. എത്ര ദിവസം ഹെഡ്ലൈനായി വീണ്ടും അവഗണന, അല്ലെങ്കിൽ വീണ്ടും കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല എന്ന് എത്രയോ വിമർശനാത്മകമായ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ വിമർശിച്ചിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. ഇന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്, നമ്മളല്ലോ ചോദിച്ചത്, ഹൈക്കോടതി ചോദിക്കുക, നിങ്ങൾ കൃത്യമായ കണക്ക് കൊടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചു. ആ കണക്ക് കൊടുത്താൽ ഇവിടെ ഈ പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി വിശദീകരിക്കാനോ ന്യായീകരിക്കാനോ സ്പേസ് ഉണ്ടാവും. ആ കണക്ക് കൊടുക്കാത്തല്ലേ ഇത് ദിവസങ്ങൾ ഇത്രയും പോയല്ലോ. നവംബർ 13-നാണ് റിപ്പോർട്ട് നൽകിയതെന്ന് പറയുന്നു. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾ സ്വാഭാവികമായും ഇത്രയും വലിയൊരു ദുരന്തത്തിന്റെ അത് കൃത്യമായി പഠിച്ച് പരിശോധിച്ച് അതിന്റെ എത്ര തുക നൽകണമെന്നൊക്കെ തീരുമാനിക്കാൻ സമയമെടുക്കുമായിരിക്കും. പക്ഷേ ഈ നമ്മുടെ കയ്യിലുള്ള പണം ഏത് രീതിയിൽ ചെലവഴിക്കാൻ കഴിയും, ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്ക് പോലും കേരളത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വീഴ്ചയല്ലേ? അത് കോടതിയെ ഒന്ന് ബോധ്യപ്പെടുത്തും. കോടതിയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് വിഷയമില്ലല്ലോ. ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ, പ്രളയവും ദുരിതവും ഉണ്ടായി പിറ്റേന്റെ പിറ്റേ ദിവസം ആയിരക്കണക്കിന് കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് എന്ത് കണക്കിന് വരില്ല? ഇതിപ്പോ 128 ദിവസമായില്ലേ? അത് നിങ്ങൾ അതിന് മറുപടി പറഞ്ഞേ. അടിയന്തര സഹായം 1 രൂപ ഒരു സംസ്ഥാനത്ത് നടക്കാതെ ദുരിതബാധിതരായി ജനങ്ങളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ BJPയുടെ കൊടലൂത്തുകാരായ ദേശീയ മാധ്യമങ്ങൾ പോലും ഈ അവഗണനയ്ക്കെതിരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കേരളം ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിക്കുന്നതിന് പകരം ഈ 128 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്ത് കണക്ക് കൊടുക്കാൻ, ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഷാബ് പ്രസാദ്, ഇപ്പോ ശ്രീ റെജി ലൂക്കോസ് ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്. തമിഴ്നാടിനൊക്കെ വളരെ വേഗത്തിൽ ഇത് അനുവദിച്ചിട്ടുന്നു, കേരളത്തിന് ഇത്രയും ദിവസമായിട്ട് അനുവദിച്ചില്ല. അത് കേരളത്തിൽ ഒറ്റക്കെട്ടല്ലാതെ നിൽക്കുന്നത് കൊണ്ടൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, എന്തോ ആയിക്കോട്ടെ. ആ ഒരു വേഗക്കുറവ് കേരളത്തിന്റെ കാര്യത്തിൽ ഉണ്ട് എന്ന് പൊതുവെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്താണ് ആ വേഗക്കുറവിന് കാരണം? അത് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ പാകപ്പിഴ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നു, കാര്യങ്ങൾ നേരിട്ട് കണ്ടു, പഠിച്ചു. ഏതെങ്കിലും രീതിയിൽ അവിടെ ചെന്നിട്ട് BJP കേന്ദ്രങ്ങളിൽ നിന്ന് വരെ ഉണ്ടായിരുന്നത് ഡൽഹിയിൽ ചെന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം ഉണ്ടാകും, വയനാടിന് ഈ രീതിയിലൊരു സഹായം ഉണ്ടാകും, പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ആ രീതിയിലൊരു വേഗക്കുറവ് ഇതിൽ ഉണ്ട് എന്നതും സത്യമല്ലേ? ആ രീതിയിൽ കുറച്ചുകൂടി ആർജവത്തോടെ ഊർജ്ജസ്വലമായി കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുമില്ലേ? കേരളം കണക്ക് തന്നില്ല എന്ന് മാത്രം പറയുന്നിടത്ത് കേരളത്തിൽ വേഗക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണത്. നോക്കൂ, ഇവർ തന്നെയാണല്ലോ എപ്പോഴും പറയുന്നത് ഇത് ഫെഡറൽ സംവിധാനമാണ്, സംസ്ഥാനത്തിന്റെ അവകാശം, സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. ഈ സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്നത് പോലെ വെള്ളക്കടലാസിൽ എഴുതി ചോദിക്കുകയും നിവേദനം കൊടുക്കുകയും 19 MP ഒപ്പിട്ട നിവേദനം കൊടുക്കുകയും ചെയ്യുന്ന അല്ലാതെ ഇവർ കൃത്യമായ രീതിയിൽ അതിന്റെ നടപടിക്രമങ്ങളിലൂടെ പോയിട്ടുണ്ടോ? എന്നാൽ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും അതിനുള്ള സിസ്റ്റമുണ്ട്, ആ വേഗത്തിൽ ചലിക്കുന്ന സിസ്റ്റമുണ്ട്, അത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, അത് അതിവേഗം അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ അതിന്റെ ആ സ്പീഡിനനുസരിച്ച് തീർച്ചയായും കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ റിപ്ലൈയും ഉണ്ടായിട്ടുണ്ട്, നടപടിയും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അതിന്റെ വാസ്തവം. നോക്കൂ, ഈ നവംബർ 19 ഇന്നലെ അമിത്ഷാ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? ഈ നവംബർ 19-നാണ് ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിൽ ലഭിക്കുന്നത്. 3 മാസത്തിലധികമാണ്. ഈ 3 മാസം ഇവൻ എന്ത് ചെയ്യുകയായിരുന്നു? ഇതാണല്ലോ കോടതിയും ചോദിക്കുന്നത്. കുറഞ്ഞ പക്ഷം ഇവര് ഇപ്പൊ പാർലമെന്റ് നടക്കുന്നു, പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആകെ 3 പേരെ ഉള്ളൂ എങ്കിലും, 3 MP അവിടെ ഉള്ളുവെങ്കിലും ഈ അവിടെ പാർലമെന്റിൽ ചോദിക്കുക. ഇന്ന് ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നതിന് പകരം പാർലമെന്റിൽ നേരിട്ട് പ്രധാനമന്ത്രി അവിടെ ഉണ്ടല്ലോ, പ്രധാനമന്ത്രിയോട് ചോദിക്കുക, താങ്കൾ അവിടെ വന്നു പോന്നതല്ലേ, പൈസ തരാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എവിടെ? ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിൽ കള്ളം പറയാൻ പറ്റുമോ പ്രധാനമന്ത്രിക്ക്? ചാനലിൽ വന്നിരുന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ പറയുന്ന മാതിരിയോ? അവസാനമായി ശ്രീ സംഷാദ്, ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞ അങ്ങ് കേട്ട് കാണും. ശ്രീ ഷാബു പ്രസാദ് പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ സിസ്റ്റം ഉണ്ട്, എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ വേഗത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കാനും അതിനുള്ള ഒരു സംവിധാനമുണ്ട്. നമുക്കിവിടെ ഇല്ല, 3 മാസമായിട്ട് ഒരു റിപ്പോർട്ട് പോലും കൃത്യമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ആ വിമർശനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? കേന്ദ്ര അവഗണന എന്നത് കൃത്യമായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ടോ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വീഴ്ചയിലും?
തീർച്ചയായും കേന്ദ്രം ഇതിനോട് അവഗണന എന്ന് പറയുന്നത് എല്ലാവരും മലയാളികൾ എല്ലാവരും ഒന്നടങ്കം പറയുന്ന കാര്യം തന്നെയാണ്. ഷാബു പ്രസാദ് പറഞ്ഞത് നമ്മൾ ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല എന്നാണ്. ഞാൻ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, 9-ാം തീയതി പ്രധാനമന്ത്രി 10-ാം തീയതി വരുന്നതിന്റെ തലേ ദിവസം ഒരു കേന്ദ്ര സംഘം ഇവിടെ വന്നൊരു പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനുശേഷം PDNA റിപ്പോർട്ട് ഉണ്ടാക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, അവർ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കേരളം കൊടുത്ത കണക്കുകൾ മുഴുവൻ തെറ്റാവട്ടെ, അല്ലെങ്കിൽ അത് വാലിഡ് അല്ല എന്ന് പറയുകയാണെങ്കിലും ഒരു അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിൽ എന്താണ് തർക്കമുള്ളത്? അടിയന്തരമായൊരു ധനസഹായം നിങ്ങൾ അനുവദിക്കുകയും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുകയും അതിനുശേഷം PDNA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊത്തം നഷ്ടത്തെ കണക്കാക്കിക്കൊണ്ട് നമുക്ക് തരാനുള്ള തുകയിൽ നിന്നും ഈ അടിയന്തരമായി ധനസഹായം തന്ന തുക കിഴിച്ചു തന്നാൽ പോരെ? അടിയന്തര ധനസഹായം തരണമെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സന്ദർശിച്ചാൽ പോലും അദ്ദേഹത്തിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ വയനാട് സന്ദർശിച്ചത് കേന്ദ്രമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ബോധ്യം, രാജീവിന്റെ നേതൃത്വത്തിൽ വന്ന ആദ്യത്തെ സംഘത്തിന്റെ ബോധ്യം, PDNA റിപ്പോർട്ടിന് വേണ്ടി വന്ന എല്ലാ വകുപ്പുകളുടെയും തലവന്മാരുടെ കാര്യം, 3 ആളുകൾക്ക് ബോധ്യമുള്ള കാര്യത്തിൽ ഒരു അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അത് അനുവദിക്കാത്തത് അനാസ്ഥ തന്നെയാണ്. അത് വയനാടിന് കിട്ടേണ്ട തുകയാണ്. അതിനോടൊപ്പം ഇനി കേരളത്തിന്റെ സർക്കാർ കൊടുത്ത കണക്കുകളിൽ അവ്യക്തതയുണ്ട്. ആ അവ്യക്തത ഉണ്ടെങ്കിൽ തിരുത്തേണ്ടത് കേരള സർക്കാരിന്റെ ബാധ്യതയാണ്, അതിനകത്ത് തർക്കമില്ല. പക്ഷെ അടിയന്തര ധനസഹായം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചതുപോലെ എന്തുകൊണ്ടാണ് വയനാടിന് അനുവദിക്കാത്തത്? മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും ഈ പറഞ്ഞതുപോലെ SDRF-ലേക്കല്ല തുക കൊടുത്തത്. അവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തെലങ്കാന പ്രളയം അല്ലെങ്കിൽ ആന്ധ്രയിലുണ്ടായ പ്രളയം എന്നുള്ളതുപോലെ തമിഴ്നാട്ടിലുണ്ടായ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾക്കാണ് പണം, അല്ലാതെ SDRF-ലേക്കല്ലല്ലോ. SDRF-ന്റെ നോംസ് പ്രകാരം നമുക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ വളരെ ചെറിയ തുകയാണ് ഓരോരുത്തർക്കും നമുക്ക് നൽകാൻ കഴിയുള്ളൂ. രണ്ട് ഭാഗത്തും 3 പേരുടെയും പ്രതികരണങ്ങൾ കേട്ടു. തീർച്ചയായും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിച്ച് പ്രധാനമന്ത്രി ആ ദുരന്തത്തിന്റെ ആ ദിവസങ്ങളിൽ തന്നെ ഇവിടെ വരുമ്പോൾ ആ ദുരന്തബാധിതരെ നേരിട്ട് കാണുമ്പോൾ വളരെ വേഗത്തിൽ അവരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പാക്കേജ് എന്ന നിലയിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. മറുഭാഗത്ത് കോടതിയിൽ നിന്ന് വരുന്ന വിമർശനം കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്നാണ്. എന്തായാലും കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കട്ടെ. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട പാക്കേജോ അല്ലെങ്കിൽ സഹായമോ അത് ആ വഴിക്ക് വരട്ടെ. പകരം ആ ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഘാതവും കണക്കിലെടുത്ത് കേരളത്തിന് അതായത് രീതിയിലുള്ള പ്രത്യേക പരിഗണന നൽകേണ്ടതായിരുന്നു എന്ന ആവശ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് വയ്ക്കുന്നത്. കോടതി തന്നെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ ആരെയാണ് പറ്റിക്കുന്നത്? ജനങ്ങളാണ് പറ്റിക്കപ്പെടുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് നഷ്ടപ്പെട്ട വീട്, നഷ്ടപ്പെട്ട സ്ഥലം, നഷ്ടപ്പെട്ട ജീവനുകൾ, അതിന് അവർക്ക് അല്പം ആശ്വാസത്തോടെയുള്ള ഒരു പരിഹാരം, അവർക്ക് വീണ്ടും ഒരു ജീവിതം നമുക്ക് മുന്നിലുണ്ട് എന്ന് അവർക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുമുണ്ട്, കേന്ദ്ര സർക്കാരിനുമുണ്ട്. അത് തുല്യ രീതിയിലുള്ള ഉത്തരവാദിത്വമാണ്. അത് പരസ്പരം എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിൽ തമ്മിലടിച്ചു തീർക്കാതിരിക്കുക. ജനങ്ങളുടെ നന്മയാണ് ഏതൊരു ഭരണകൂടത്തിൻ്റെയും ലക്ഷ്യമാക്കേണ്ടത്. ഇനിയും വീണ്ടും കോടതിയിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങാതെ നടപടികൾ എടുക്കട്ടെ ഈ പിഴവുകൾ വരുത്തിയവരെന്നേ പറയാനുള്ളൂ. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സംഷാദ് മരക്കാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നമുക്ക്